അപ്പോൾ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ കട്ടിങ് വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആയിട്ടോ കാണിക്കുന്നത്. ഫ്രോക്ക് നൈറ്റി എന്ന് പറയുമ്പോൾ ഫീഡിങ് സിബ് വെക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഫീഡിങ് ഓപ്ഷനുള്ള ഒരു ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ വന്ന ഓർഡർ വർക്കാട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്ന ടൈമിലാണ് നിങ്ങളുടെ മെസ്സേജ് ശ്രദ്ധിക്കണേ. അപ്പം എന്നാൽ പിന്നെ അത് നമുക്ക് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കൂടെ എടുത്തേക്കാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിടെ ഓൾറെഡി ഒരു ഓർഡർ വന്നേക്കുന്നതാണ്. നമുക്ക് 3 എണ്ണത്തിൻ്റെ ഒരു ഓർഡറാണ്. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെയാണ്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ തുടക്കക്കാർക്കും കൂടെ ഒന്ന് മനസ്സിലാവാൻ പരുവത്തിന് ഇത്തിരി സിമ്പിളായിട്ടായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു. ഇതൊരു നമുക്ക് ചെസ്റ്റ് സൈസ് 42 വരുന്ന 42 വരുന്ന ഒരു ലാർജ് ടൈപ്പിൻ്റെ ഫീഡിങ് ഓപ്ഷൻ ഉള്ള ഒരു ഫ്രോക്ക് നെറ്റിയുടെ കട്ടിങ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ മെഷർമെൻറ്റ് നിങ്ങൾ റെഡിമെയ്ഡായിട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളിത് ഓർഡർ വർക്ക് ആയതുകൊണ്ട് ഇവരുടെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന അളവുകൾ ഈ സൈസിലുള്ള എല്ലാവർക്കും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ അളവിൽ ചെയ്തോളുക. നമ്മളിത് ഓൾറെഡി അവർക്ക് ചെയ്ത് വിട്ടേക്കണ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ മെഷർമെൻറ്റ് അനുസരിച്ചുള്ള ഷോൾഡറും നെക്കളവും എല്ലാം ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് വരുത്തിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാം. അപ്പം ഞാൻ ഇതിൻ്റെ 42 ചെസ്റ്റ് വരുന്ന ലെങ്ത്ത് 45 ആണ് കേട്ടോ അവർക്ക് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് 45 വരുന്ന രീതിയിലുള്ള ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിംഗ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. മാർക്ക് ചെയ്യാം ഫസ്റ്റ്. ഇപ്പോൾ നമ്മളിത് മെറ്റീരിയൽ ഓൾറെഡി ഇത് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. 4 മടക്കിയിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് നമ്മൾ നീളത്തിൽ ഇതാണ് തേര് വരുന്ന വശം. ഇത് സൈഡിലോട്ടാണ് ഇട്ടേക്കണേ. നമ്മുടെ സൈഡിൽ മുറിയാത്ത വശമാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചോളണം. ഇത് മുറിയാത്ത വശം. തുടക്കക്കാരും കൂടെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ലാത്തവർക്കറിയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവർക്ക് ലെങ്ത്ത് 45 വേണ്ടത്. അപ്പം നമുക്ക് പലരും പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് മുകളുടെ എന്താ പറയുക തയ്യൽ തുമ്പ് ഉള്ളതും താഴത്തെയും ഒക്കെ കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തുടക്കക്കാർക്കാകുമ്പോൾ അതൊരു കൺഫ്യൂഷനായിരിക്കും തയ്യൽ തുമ്പ് എത്ര എക്സ്ട്രാ ഇടണം എന്നുള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് ലെങ്ത്ത് 45 വേണ്ടതെങ്കിൽ ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂട്ടിയിടണം. അതായത് മുകളിലത്തെയും താഴത്തെ കൂട്ടിയടിക്കുന്നതിൻ്റെയും എല്ലാം കൂടെ തയ്യൽ തുമ്പ് അടക്കം ഒരു 2 ഇഞ്ച് നമ്മൾ കൂട്ടി ആയിരിക്കണം ഇതിൽ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് ഇവർക്ക് വേണ്ട അളവ് 45 ലെങ്ത്ത് വേണ്ടത്. അപ്പം നമ്മൾ തയ്ച്ചു വരുമ്പോൾ 45 കിട്ടണമെങ്കിൽ നമ്മളൊരു 47 കട്ടിങ്ങിൽ താഴത്തെ ഞൊറിവിലും മേളിലെ ബോഡി പോർഷനും കൂടെ കൂടിയിട്ട് 47 വരുന്ന രീതിയിൽ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവർക്ക് 45 ലെങ്ത്ത് മതിയുണ്ട്. നമുക്ക് തുണിയുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിയിലെ ഞൊറിവിന് 8 ഇഞ്ചാണ് ഇടുന്നത്. മുകളിലെ ബോഡി പോർഷൻ 39 ഇഞ്ചുമാണ് ഇടുന്നത്. അപ്പം 39ഉം 8ഉം 47. അപ്പം 47 മൊത്തം വരുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ തയ്യൽ തുമ്പ് പോയിട്ട് 45 ഇവർക്ക് ഫ്രോക്കിന് കിട്ടുന്ന അളവ്. മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമുക്ക് ഫസ്റ്റ് ബോഡി പോർഷൻ്റെ അളവ് എടുക്കാം. 39 നമുക്ക് ബോഡിക്ക് കൊടുക്കുന്നത് കേട്ടോ. 39 നമുക്ക് ബോഡി പോർഷനിൽ ഫസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 45 വരുമ്പോൾ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പോട് ചേർത്തിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ ഞൊറിവേലും ബോഡിയേലും കൂടി നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബോഡി ഫസ്റ്റ് 39 മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാമോ? നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? 39 നമ്മൾ ബോഡി മാർക്ക് ചെയ്തു. അത് നമുക്കൊന്ന് വരയ്ക്കാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന്. 39 ഇവിടാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയുള്ള പോർഷനിൽ നിന്ന് നമുക്ക് ഞൊറിവിനുള്ളത് മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് 2 പീസ് വേണം കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഞൊറിവ് കിട്ടണമെങ്കിൽ നമുക്ക് 2 പീസ് വീതം ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും നമ്മൾ 8 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഒരു 8 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്തു. പിന്നെ ഇതാ ബാലൻസ് വരും നമുക്ക് വള്ളിക്കായിട്ട് താഴെ പുറകിൽ കെട്ടാനുള്ള ടൈക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ 8 ഇഞ്ച് ഇപ്പുറ സൈഡ് നമ്മൾ മാർക്ക് ചെയ്തു. ഇതാ ഇവിടെ ഒരു 8 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ബോഡിയുടെ ലെങ്ത്ത് നമ്മൾ 39 കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും ഞൊറിവിനുള്ളതാണ്. ഈ 2 പീസ് ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് പോർഷനിലോട്ടുള്ള ഞൊറി കൊടുക്കും. ഇത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് ഞൊറി ഇട്ടിട്ടാണ് ബാക്കി കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഭംഗിക്ക് ഞൊറി കിട്ടും. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് ബാലൻസ് ഉള്ളത് നമ്മൾ ബാക്ക് ടേക്കും കൂടെ ആയിട്ട് എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം.
നമുക്ക് കടയോട് ചേർന്ന് തന്നെ റോഡായതുകൊണ്ട് നിങ്ങൾക്ക് വണ്ടിയുടെ കുറച്ച് സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അധികം കട്ടിങ് വീഡിയോ ചെയ്യാത്തത്. കാരണം വണ്ടിയുടെ ഇഷ്യൂ ഉള്ള കാരണേ നിങ്ങൾക്കത് ക്ലിയർ ആയിരിക്കില്ലായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ താഴത്തെ ഞൊറിവിനുള്ള പീസാണ് ഇത്. ഫ്രണ്ടിലോട്ട് രണ്ടെണ്ണം കൂടെ ജോയിൻ ചെയ്തിട്ട് ഇത് കാണിച്ചു തരാം. അതായതാണ് 2 പീസാണ് വരുന്നത്. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്ത് നമ്മൾ ഒരു വശത്തായിട്ടുള്ള ഫ്രണ്ടിലോ ബാക്കിലോ എവിടെയെങ്കിലും ഒരു വശത്തായിട്ടുള്ള ഞൊറി ഇടും. അതുപോലെ തന്നെ ഇതാ ഒരു പീസും കൂടെ ഉണ്ട്. ഇത് ജോയിൻറ്റ് ചെയ്ത് ഒരു സൈഡിലോട്ട് ഞൊറിയാക്കും. അപ്പം നല്ല ചെറിയ നല്ല ഞൊറികൾ കിട്ടും. പിന്നെ ഇതാ ബാക്കിലോട്ടുള്ള ടൈക്കുള്ള കഷ്ണവും കിട്ടി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബോഡിയിലെ ബാക്കി അളവുകൾ ചെയ്യാം. കാണാമല്ലോ അല്ലേ? ഇച്ചിരി സ്റ്റാൻഡൊന്ന് നീക്കി വെക്കട്ടെ നിങ്ങൾക്ക് കാണാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ചും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അതായത് ഇവിടെ നമ്മൾ അടിയിൽ ഞുറുക്കിയായിട്ട് മുറിച്ച് പാക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കൊരു ജസ്റ്റ് 1 ഇഞ്ച് ഇവിടെ വരുന്ന, അതായത് ആ സൈഡിൽ തൂങ്ങൽ കുറയ്ക്കാനാണ് 1 ഇഞ്ച് ഒന്ന് വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ചെരിച്ചും കൂടെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടി തൂങ്ങി വരാതിരിക്കാനാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് 1 ഇഞ്ചിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂല ചെരിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ആ ചെറിയൊരു തൂങ്ങൽ സൈഡിൽ വരാതിരിക്കും. പിന്നെ നമുക്കിനി ഷോൾഡർ അളവ് മാർക്ക് ചെയ്യാം. ഷോൾഡർ നമ്മൾ 42 ചെസ്റ്റ് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഷോൾഡർ 7 ഇഞ്ചാണ് കൊടുക്കുന്നത് കേട്ടോ. കഴുത്തിൻ്റെ നെക്കിൻ്റെ അടക്കമാണ് 7 ഇഞ്ച് കൊടുക്കുന്നത്. 7 ഇഞ്ച് ഇവിടെ കൊടുത്തു. ഇനി നമുക്ക് ആം ഹോള് നമ്മൾ ഇവർക്ക് 7.5 കേട്ടോ കൊടുക്കുന്നത്. അതായത് വീട്ടിലിടാനുള്ള നൈറ്റി ആകുമ്പോൾ കുറച്ച് അഴവ് വേണമല്ലോ. ചുരിദാറിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത്രയും കൊടുക്കില്ല. ഫ്രോക്ക് നൈറ്റി ആകുമ്പോൾ നമ്മൾ വീട്ടിലിടാനായതുകൊണ്ട് കുറച്ച് ലൂസിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കഷക്കുഴി കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കൈക്കുഴി ഒരു 7.5 ഇഞ്ച് കൊടുക്കാം. ഇവിടെ ആ ഷോൾഡറിൻ്റെ അളവ് ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക 7 ഇഞ്ച്. അതിന് ശേഷം നമുക്കിത് ഇവിടെ ഒരു ബോക്സ് ആക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേ താഴെ മേളിൽ 7 ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. 42 ഇവരുടെ ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് 4 നമ്മൾ തുണി 4 മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ അളവിനെ 4 ആക്കണം. അപ്പം 42 ചെസ്റ്റ് വരുന്നതിന് 4 നമുക്ക് 10.5 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അപ്പം നമുക്ക് 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതാ 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ചാട്ടം നമ്മൾ എല്ലാത്തിനും തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് കഷക്കുഴിയുടെ ആം ഹോളിൻ്റെ അളവ് ഇവിടെ 7.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പം നമുക്കിതിനൊരു ബോക്സ് ആക്കാം. ഇനി നമുക്ക് കഷക്കുഴി ഒന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് കഷക്കുഴി വരച്ചു കൊടുത്തു. അപ്പോൾ കഷക്കുഴി വരയ്ക്കാൻ അറിയില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് ആം ഹോളും നെക്കൊക്കെ വരയ്ക്കുന്ന ഒരു സ്കെയിലുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. ആ തീരെ അറിയാത്തവർക്കാണെങ്കിൽ അത് വെച്ച് മേടിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നോക്കാം. നമുക്ക് ഇവിടെ 7.5 ഇഞ്ചാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഒരു 3.5-3.25 ഇത് കണ്ടോ ഇവിടെ വരുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പിന്നെ അത് ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഒരു വരുന്ന രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഷേപ്പ് ആക്കാം. തീരെ അറിയില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് ഇവരുടെ സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവർക്ക് സാധാ സ്ലീവാണ് വേണ്ടത്. സാധാ സ്ലീവാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ചാണ് അവർക്ക് കൈ ഇറക്കം വേണ്ടത്. അപ്പം നമ്മൾ 1 ഇഞ്ച് കൈയുടെ അറ്റം മടക്കി അടിക്കാനുള്ളതും ഷോൾഡർ കൂട്ടാനുള്ളതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ചാണ് കൈയുടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് കേട്ടോ. തയ്യൽ തുമ്പടക്കമാണ് 7.5 ഇടുന്നത്. അപ്പം നമുക്ക് ഷെയ്പ്പ് അളവ് മാർക്ക് ചെയ്യാം. നമ്മളൊരു 14 ഇഞ്ചിലാണ് ഷെയ്പ്പ് അളവ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഫ്രോക്ക് നൈറ്റിക്ക് നമ്മൾ ഷേപ്പ് അളവ് വരെയാണ് കൊടുക്കുന്നത്. സ്ലിറ്റ് അളവിലോട്ട് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ തീരെ വണ്ണം കുറഞ്ഞ്, അതായത് ഒരു സ്മോൾ സൈസിലോട്ടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ സ്ലിറ്റ് വണ്ണം കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് വണ്ണം വരെയാണ് കൊടുക്കുന്നത്. ഷേപ്പ് വണ്ണത്തിൽ നിന്ന് ചെരിച്ച് വരയ്ക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ 10.5 കൊടുത്തത്. അപ്പം നമ്മൾ ഷേപ്പ് വണ്ണത്തിൽ 1 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ചാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? 9.5 ഇഞ്ച് നമ്മളിതാ ഷേപ്പ് വണ്ണം കൊടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് വരയ്ക്കാം. ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഇതിനെ വരച്ചിട്ടു. ഇനി ഇവിടുന്ന് നമുക്ക് കറക്റ്റ് താഴെ കാണാമല്ലോ അല്ലേ? ഇവിടുന്ന് കറക്റ്റ് ചെരിച്ച് ഇങ്ങോട്ട് കൊടുക്കാം. കറക്റ്റ് അങ്ങനെ വെച്ചു വരച്ചു കൊടുക്കുക.
പുറത്ത് നമുക്ക് ആ ഒരു തയ്യൽ തുമ്പും കൂടെ കിട്ടാൻ പരുവത്തിന് ഇങ്ങനെ കൂടെ കൊടുക്കും. അപ്പോൾ അതായി. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇവർക്ക് നമുക്ക് 6 ഇഞ്ച് ഇറക്കത്തിലാണ് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യുന്നത്. 6 ഇഞ്ച് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തു. ഇനി ബാക്ക് നെക്ക് ഇവർക്ക് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്, അതും മാർക്ക് ചെയ്തു. ഇത് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ കഴുത്തകലം നമ്മൾ ഇവർക്ക് 3 ഇഞ്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് സിബ് കൊടുക്കാനുള്ള കാരണം നമ്മൾ 3 ഇഞ്ചാണ് കഴുത്തകലം കൊടുക്കുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 4 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്. ഇതിനെ നമ്മൾ ഒരു ബോക്സ് ആക്കുക. 3 ഇഞ്ച് ഇട്ടിട്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ വരച്ചു. ഇവർക്ക് വെറുതെ റൗണ്ട് നെക്കാണ് കേട്ടോ വേണ്ടത്. റൗണ്ട് നെക്കിൽ പടിയാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്ലീവ് വരയ്ക്കാം. നമുക്ക് നമ്മൾ ജസ്റ്റ് ഒരു സ്ലീവിൻ്റെ സ്കെച്ച് വെട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് വരച്ചു കൊടുക്കണമെന്നുള്ളൂ. അല്ലാതെ വരയ്ക്കുന്നവർക്ക് അങ്ങനെയും വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ആ സ്ലീവ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഷോൾഡർ കട്ട് ചെയ്യാം. എൻ്റെ കത്രയൊക്കെ ഇച്ചിരി മൂർച്ച കുറഞ്ഞാണ്, അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇത് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യണേ, കാണാമല്ലോ അല്ലേ. ബാക്ക് നെക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ ഇങ്ങോട്ടൊരു 1/2 ഇഞ്ച് ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. ഷോൾഡറും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് നമ്മൾ ഈ മെറ്റീരിയൽ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കറക്റ്റാക്കി തുമ്പൊന്ന് പിടിച്ചിട്ട് വേണ്ട സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ചെറിയ കയറ്റിയിറക്ക വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് കറക്റ്റ് ആക്കിയിട്ട് സ്ലീവ് കട്ട് ചെയ്യുക. സ്ലീവ് ഇതേ കട്ട് ചെയ്ത് മാറ്റി. ഇനി ബോഡി നമുക്ക് പിന്നെ കട്ട് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇനി ഇതാണ് ആകെ ഉള്ള മെറ്റീരിയൽസ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് സിബ് വയ്ക്കാനുള്ള പീസ് കൊടുക്കണം, ബാക്ക് നെക്കിനുള്ള ക്രോസ് വേണം. അപ്പോൾ നമുക്ക് ഈ 2 പീസ് എടുത്തു. 2 പീസിൽ നിന്ന് നമുക്ക് സിബ് വയ്ക്കാനുള്ള പടി എടുക്കാം. സിബ് വയ്ക്കാനായിട്ട് നമുക്കൊരു 6 ഇഞ്ച് ലെങ്ത്തിലെടുത്താൽ മതി. ഇനിയൊരു 3 ഇഞ്ച് വീതിയും കൊടുത്തിട്ട് ഒരു കഷ്ണം നമുക്ക് മുറിച്ചെടുക്കാം. ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇങ്ങോട്ട് വീതി കുറവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ് സിബ് വയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്താൽ മതി. ഇവിടെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് ഇതേ ഇങ്ങനെ വിടത്തിയാൽ മതി. ഇത് മതി നമുക്ക് സിബ് കൊടുക്കാനുള്ള. ഇത് സിബിൻ്റെ അടിയിൽ കൊടുക്കാനുള്ള പീസാണ്. നമുക്കത് ജോയിൻറ്റ് ചെയ്തിട്ട് മതി. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടേക്കാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇതാണ് ഇനി നമുക്ക് ബാക്ക് ക്രോസിനുള്ളത് ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ബാക്ക് നെക്കിനുള്ള ക്രോസ് മുറിച്ചെടുക്കാം.
മതി കേട്ടോ നമുക്ക്. കാരണം വെച്ചാൽ ബാക്ക് നെക്ക് 4 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ജോയിൻറ്റ് ചെയ്താൽ മതി. ബാക്കിനുള്ള ക്രോസ് ഉണ്ട്. ഇനി നമുക്ക് ബോഡിയുടെ അളവ് താഴെ കൂടെ മാർക്ക് ചെയ്യാം. നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പത്തിനാണ്. വരച്ചിടുവാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട്. അതല്ല 2 സൈഡും ഒരേപോലെ ഷേപ്പ് വരികയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ആണ് നമ്മൾ ഈ ഷേപ്പിൻ്റെ ഇവിടെയാണ് നമ്മൾ വള്ളി കൊടുക്കുന്നത് കേട്ടോ. വള്ളി അറ്റാച്ച് ചെയ്യുന്ന അവിടെ ആണ്. നമുക്കിപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ പീസയിലൂടെ നമ്മൾ മാർക്ക് ഇടുക. ഇവിടെയാണ് നമ്മൾ വള്ളി അറ്റാച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേപ്പ് സ്കെയിലും കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ വരയെ കൂടെ ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതാ ഇവിടെയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ടേപ്പിന് നീട്ടം കുറവാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ ടേപ്പ് വെച്ചിട്ട് വരയ്ക്കാം. അപ്പം നമുക്ക് എത്ര നീളത്തിന് കിട്ടും. സ്കെയിലിന് നീട്ടം കുറവാണ്. നമ്മൾ ബാക്ക് പീസ് മാറ്റുവാണ്. ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. രണ്ട് പീസും ഒപ്പം കറക്റ്റ് ആക്കി ഇടുക. ഷോൾഡർ എല്ലാം കറക്റ്റ് ആക്കുക കേട്ടോ. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിബിനുള്ളൊരു ഓപ്പൺ ആക്കാനുള്ളൊരു ഇതും കൂടെ മാർക്ക് ചെയ്ത് നമ്മൾ 8 ഇഞ്ചാണ് ഫീഡിങ് ഓപ്ഷന് ഓപ്പൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 8 ഇഞ്ചിൽ നമുക്കിതാ ഇവിടെ മാർക്ക് ചെയ്തിട്ട് കേട്ടോ. ഇവിടെ കട്ട് ചെയ്യാനുള്ളതാണ്. അത് കട്ട് ചെയ്യാണ്ട് അടിച്ചിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. എനിക്ക് സൗകര്യം കട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. 8 ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടു. ഇനി നമുക്ക് ഇതിൻ്റെ നെക്കയിൽ ഉള്ള പടി വെക്കാനുള്ളത് മാർക്ക് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതിന് മാച്ചിങ് ആയിട്ട് ഈ ഒരു വയലറ്റ് ഷെയ്ഡ്, വയലറ്റ് അല്ല ഒരു നേവി ബ്ലൂ ആണ്, ആ കളറ് മെറ്റീരിയലാണ് എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ 4 ലെയറായിട്ടാണ് കേട്ടോ ഇടുന്നത്. അതായത് 2 ലെയറാണ് ഈ മെറ്റീരിയൽ, ഓൾറെഡി 2 ലെയറാണ്. അപ്പോൾ മടക്കി 4 ലെയറായിട്ടാണ് കേട്ടോ നമ്മൾ നെക്കയിൽ കൊടുക്കുന്നത്. അത് അടിച്ച് മറച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനൊരു 3 ഇഞ്ച് ആണ് നമ്മുടെ കഴുത്തളവ്, കഴുത്തകലം. അപ്പോൾ 2.5 ഇഞ്ച് പടിക്കുള്ളതും കൂടെ ചേർത്ത് 5.5 ഇഞ്ച് നമുക്ക് വേണം. അപ്പോൾ അത് ഒരു 6 ഇഞ്ച് ഇതുണ്ട് കേട്ടോ. 6 ഇഞ്ചിലിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പടിയുടെ വീതി നമുക്ക് 2.5 ഇഞ്ചാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തുമ്പ് കയറ്റാർക്കം വരാതിരിക്കാൻ ഇച്ചിരി കയറ്റിയിട്ടിട്ടാണ് കേട്ടോ അവിടെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതാ നെക്ക് കട്ട് ചെയ്യണത് ഈ ജസ്റ്റ് ഈ നെക്ക് എടുത്ത് വെക്കുക. ഇതേ മാർക്ക് ചെയ്ത് വെച്ചാർന്ന് കൊടുത്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതാ ഇവിടെ കഴുത്തകലം 3 ഇഞ്ച് ഉണ്ടോ എന്നാണ് നമ്മളൊന്ന് ഉറപ്പാക്കുക. 3 ഇഞ്ചാണ് നമുക്ക് കഴുത്തകലം വേണ്ടത്. അപ്പോൾ അവിടെ 3 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുക. തുണിയോട് ചേർത്ത് ഒന്ന് വരച്ചിട്ടാൽ മതി. ഓക്കെ. ഇനി നമുക്ക് 2.5 ഇഞ്ച് ചുറ്റും മാർക്ക് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് വെച്ചിട്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന അത് കൂട്ടി വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് കൂട്ടിയിടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം കേട്ടോ. അപ്പം നമ്മൾ 2.5 ഇഞ്ചാണ് പടി കൊടുക്കാറ്. പടി സ്പ്രേയിലൊക്കെ ഒട്ടിക്കുന്നവർക്ക് അത്രയും വേണ്ട കേട്ടോ. നമ്മൾ
നമ്മൾ അടിച്ച് മറിച്ചെടുക്കുന്നതുകൊണ്ടാണ്, തയ്യൽ തുമ്പ് കൂടെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത്രയും കൊടുക്കുന്നത്. അതാ നെക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്. എളുപ്പമാണ്. ആർക്കെങ്കിലും വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അതാ ഫ്രണ്ട് പോർഷനാണിത്. ഇതാ ബാക്ക് പീസാണ്. പിന്നെ നമുക്കിത് അടിയിൽ ഞുറ് കൊടുക്കാനുള്ള 2 പീസുകളാണ്. ഇതൊരെണ്ണം, ഇതൊരെണ്ണം. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഉള്ള ഞുറ് കൊടുക്കാനുള്ള പീസുകളായി. ഇതാ സ്ലീവായി. പിന്നെ ഇതാ പുറകിൽ കെട്ടാനുള്ള വള്ളിക്കുള്ളതായി. പിന്നെ ഇതാ ബാക്കിൽ നെക്കിനുള്ള ക്രോസായി. പിന്നെ ഇതാ സിബ് കൊടുക്കാനുള്ള, സിബിൻ്റെ അടിക്ക് കൊടുക്കാനുള്ള പടിയായി. പിന്നെ ഇതാ നെക്കയിൽ വെക്കുന്ന പടിയും കൂടെ ആയി. ഇത്ര ഇനി നമുക്ക് സിബ് കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചേരെ. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചോദിച്ചേരട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ തുടർന്നും ഇത്തരം വീഡിയോസ് നിങ്ങൾ ആവശ്യപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.